ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വടക്കാഞ്ചേരി ഭാഗത്ത് ഒരു വാട്ടർഫോൾസ് ഉണ്ട്. തൂമാനം വാട്ടർഫോൾസ് ആണ്. ഏകദേശം നമ്മൾ ഷൊർണൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ വടക്കാഞ്ചേരി എത്തുന്നതിന് മുന്നേ ഓട്ടുപാറ എത്തുന്ന മുന്നേ ലെഫ്റ്റിലേക്ക് റോഡ് പോകുന്നുണ്ട്. ആ റോഡിൽ റെയിൽവേ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ റെയിൽവേ ഗേറ്റ് അവിടെ നിന്ന് ഏകദേശം ഒരു റെയിൽവേ ഗേറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം 2-2.5 കിലോമീറ്റർ കഷ്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ റെയിൽവേ ഗേറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-200 മീറ്റർ കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് റോഡ് പോകുന്നുണ്ട്. ആ റോഡ് കൂടെ പോയിട്ടാണ് നമ്മുടെ ഈ വാട്ടർഫോൾസ് വരുന്നത്. നമ്മൾ വണ്ടി എവിടെയെങ്കിലും ഒതുക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ ഒതുക്കാൻ നല്ലത്, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ കൺജസ്റ്റഡ് ആയിരിക്കും. നമ്മൾ ഈ വരുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുള്ള വഴിയാണ്. എസ്പെഷ്യലി നമുക്ക് മല കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിലെത്തി കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ വലിയ ടവറും KSEBിയുടെ വലിയ ടവറും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു അംഗനവാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വാട്ടർഫോൾസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഈ ബാക്കിൽ കാണുന്നിടത്തോട്ട് വെള്ളച്ചാട്ടമുള്ളത്. ഇവിടെ 2-3 വണ്ടിയൊക്കെ നിർത്താനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. താഴത്തേക്ക് വഴി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. സോ ഇവിടെ ഒരു കട കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ക്ലോസ്ഡാണ്. നമുക്ക് അതിൻ്റെ മുകളിൽ കയറി നോക്കിയൊക്കെ നല്ല വ്യൂ എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ല, അവിടെ 2 വഴിക്ക് ഇറങ്ങാൻ പറ്റും. ഈ വഴി കൂടെ ഇറങ്ങിയാൽ കാണാൻ പറ്റുമോ അറിയില്ല. പക്ഷേ അപ്പുറത്തെ വഴി കൂടെ പോയാലേ കാണാൻ പറ്റും, ഡൗട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. വെള്ളച്ചാട്ടമല്ല, പിന്നെ അതേ ആ കാണുന്നത് കണ്ടില്ല, ആ താഴത്ത് കണ്ടില്ലേ, അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെള്ളം അങ്ങനെ ഒഴുകി പോകണം. പക്ഷേ ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും തോന്നുന്നില്ല. തിരിച്ച് ആ വഴി കൂടെ പോയാലും കറക്റ്റായിട്ട് എത്താൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ കണ്ടെടുത്ത് ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. സോ നമുക്ക് എന്തായാലും കണ്ടു നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഇറങ്ങിയ വഴി കൂടെ വരാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് ഇറങ്ങിയാൽ മതി. സോ നേരത്തെ ടോപ്പിൽ നിന്ന് 2 വഴിയുണ്ട്, ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ഉണ്ട്. നമ്മൾ റൈറ്റിലേക്കുള്ള വഴി കൂടെ ഇറങ്ങിയത്. റൈറ്റിലേക്ക് കുറച്ച് കോൺക്രീറ്റ് ചെയ്ത വഴിയാണ്. പിന്നെ കുറച്ച് സാധാ ഇങ്ങനത്തെ മണ്ണിട്ട വഴി കൂടെ ഇറങ്ങി വരണം. ആ വഴി കൂടെ വന്നാൽ കുറച്ചുകൂടി എളുപ്പമാണ്, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടായ വഴിയാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ എല്ലാവരും കളിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫോഴ്സുള്ള വെള്ളച്ചാട്ടമാണ്. പക്ഷേ അവിടെ അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണെന്നാണ് പറഞ്ഞത്. എനിക്കാണ് കൂടുതൽ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവാറുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ നമുക്ക് കണ്ടില്ല, അവിടെ പന്ത് കളിക്കാൻ കാണാൻ പറ്റും, ആൾക്കാരെ കുളിക്കാൻ കാണാൻ പറ്റും. നമുക്ക് എന്തായാലും താഴത്തേക്ക് ഒന്നുകൂടി ഇറങ്ങിയിട്ട് കുറച്ചും കൂടി ഭംഗി കിട്ടും. നമുക്ക് നോക്കി നോക്കാം. നമ്മളെന്തായാലും വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്നില്ല, ഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ല. ഡ്രസ്സ് കൊണ്ട് നമുക്ക് കുളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് കുളിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയായിരുന്നു. പക്ഷേ മുകളിലത്തെ മലവെള്ളം ആയതുകൊണ്ട് കുറച്ച് അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ കുറേ കാര്യം ഫുഡൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഫുഡൊക്കെ ആയിട്ട് വരുമ്പോൾ സൂക്ഷിക്കുക, കാരണം കുറച്ച് ഇവിടെ ഇത് വൃത്തിയാക്കേണ്ടിയിരുന്നത് സൂക്ഷിക്കുക, കാരണം ഇവിടെ ആകെ പിന്നെ ഇതാവും. പക്ഷേ ഇപ്പോൾ കുറേ ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ആൾക്കാർ വന്നു തുടങ്ങി. ഞങ്ങൾ വരുമ്പോൾ ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അവർ ഫുഡൊക്കെ ആയിട്ട് വന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അടുത്തേക്ക് പോയി നോക്കി നോക്കാം. എത്രത്തോളം അടുത്തേക്ക് പോകാൻ പറ്റുന്ന അറിയില്ല, നോക്കി നോക്കാം. അപ്പോൾ എൻ്റെ ബാക്കിൽ നിൽക്കുന്നതാണ് നമ്മുടെ മെയിൻ വെള്ളച്ചാട്ടം ഉള്ളത്. പിന്നെ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയുടെ. അത് കുറച്ചുകൂടി വൃത്തിയായി സൂക്ഷിക്കാമെന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഇറങ്ങിയാൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ പിള്ളേരുടെ
കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നും പോകുന്നുണ്ട് കേട്ടോ. കാരണം കുറേ ആൾക്കാർ കുളിക്കാൻ വേണ്ടി വരുന്നുണ്ട്, പിന്നെ ടൈം സ്പെൻഡ് ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷേ മഴക്കാലമായതുകൊണ്ട് വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ഇന്ദ്രൻ സൈനിങ് ഓഫ്. ബൈ.